പ്രഗ്നൻസി സമയത്ത് നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? നോമ്പുകാലത്ത് ഈ ചോദ്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് നോക്കിയാലോ? ഹായ്, ഐ എം ഡോക്ടർ ഷാഫ്ലിയ ഷുക്കൂർ, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. പ്രഗ്നൻസി സമയത്ത് നോമ്പെടുക്കുന്നത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ്. നിങ്ങൾക്കൊരു ഹെൽത്തി പ്രഗ്നൻസിയാണ്, ഷുഗർ, പ്രഷർ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നോമ്പെടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസോ കുട്ടിക്ക് വളർച്ചക്കുറവോ മറ്റെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നോമ്പെടുക്കുന്നതായിരിക്കും നല്ലത്. പ്രഗ്നൻസിയിൽ ആദ്യത്തെ 3 മാസം ഛർദി, ക്ഷീണം എന്നിവ ഉള്ളതുകൊണ്ടും അവസാനത്തെ 3 മാസം കുട്ടിയുടെ വെയിറ്റ് കൂടുന്ന സമയമായതുകൊണ്ടും സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് നടുവിലത്തെ 3 മാസമാണ് നോമ്പെടുക്കാൻ ഏറ്റവും നല്ലത്. ഇനി നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴം വെള്ളം വെച്ച് മാത്രം നോമ്പ് തുറക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. ഫോർ എക്സാമ്പിൾ ഓട്സ്, ഇഡ്ലി, ചപ്പാത്തി ഇതൊക്കെ നമുക്ക് വിശപ്പ് കുറക്കാൻ സഹായിക്കും. ബിക്കോസ് ദേ ആർ സ്ലോ എനർജി റിലീസിങ് ഫുഡ്സ്. ഇതോടൊപ്പം തന്നെ പ്രോട്ടീനും ഹൈ ഫൈബർ ഡയറ്റും കഴിക്കാൻ നോക്കണം. ഇനി എന്തൊഴിവാക്കണം? ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം, അതേപോലെ തന്നെ ചായ, കോഫി, ഓയിലി ഫുഡ്, സ്പൈസി ഫുഡ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇത്തവണത്തെ നോമ്പ് വേനൽക്കാലത്തായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ടേക്ക് ഫ്രീക്വന്റ് സിപ്സ് ഓഫ് വാട്ടർ, അതേപോലെ തന്നെ കോക്കനട്ട് വാട്ടർ, ബട്ടർ മിൽക്ക് ഇതൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിലൊക്കെ അധികം വെയിൽ കൊള്ളാതെ ഒരു കൂൾ എൻവയൺമെന്റിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോമ്പെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തലവേദന, ക്ഷീണം, മൂത്രത്തിന് അധികമായിട്ടുള്ള മഞ്ഞ കളർ, ഇനി അതും അല്ലെങ്കിൽ കുട്ടിക്ക് അനക്കക്കുറവ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ എന്തായാലും നിങ്ങളെ ഗൈനക്കോളജിസ്റ്റിനെ കാണാം. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു ടേക്ക് ഓൾ യുവർ സപ്ലിമെന്റ്സ്.